കത്തിയാട് ഇതെന്താണോ ഇത്? ഇവിടെ അടുത്തുള്ളവർക്കൊന്നും ജീവിക്കണ്ട. നിനക്ക് മാത്രം താമസിച്ചാൽ മതി ഇവിടെ. എന്ത് ചെയ്യണം നിനക്ക് എല്ലാവരും ചെല്ലേ എല്ലാവരും പോണം. എന്താ കാരണ പ്രശ്നം? കേട്ടോ അപ്പു സാറേ, ഞാൻ എൻ്റെ ഭാര്യ, പിന്നെ എൻ്റെ ഈ 2 മക്കള്, അവരുടെ ഭാര്യമാർ, അവരുടെ കുട്ടികൾ, പിന്നെ എൻ്റെ അമ്മ, ഇത്രയും പേരായി കഴിഞ്ഞാൽ എത്ര പേരുണ്ട് സാറേ? വിജയനാണെങ്കിൽ ആണ്ടിനും സംക്രാന്തിക്കും തൊല്ലും വന്നത്. 10 പൈസയുടെ ഗുണം ഈ കുടുംബത്തില്ല സാറേ. കിട്ടുന്ന കാശ് മുഴുവനും അവൻ കുടിച്ച് നശിപ്പിക്കുക. ആണ്ടിരിക്കുന്നവൻ്റെ പെണ്ണ് തൊഴിലുറപ്പിന് പോവുക. സർക്കാർ ജോലിയാണ് ആ നായുടെ വിചാരം, അറിയോ? അടുത്ത സാറേ, അതുകൊണ്ടാണ് സാറേ ആരെങ്കിലും ഒരാൾ മാറി താമസിക്കാൻ ഞാൻ പറഞ്ഞത്. അത് തെറ്റാണോ? അതാ സാറേ ഞാൻ പറയണത്. നമ്മുടെ ഈ വീട്ടിൽ താമസിക്കാൻ സൗകര്യം ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർ മാറി താമസിച്ചോട്ടെ, നോ പ്രോബ്ലം. ഞാൻ എന്തായാലും ഇവിടുന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെ എൻ്റെ അച്ഛൻ പറയണത് ഞാൻ ഡെയിലി വെള്ളം അടിക്കണമെന്നാണ്. അടിക്കണ ആർക്ക് വേണ്ടിയാ സാറേ? എന്നെ പോലുള്ളവർ കിട്ടുന്ന കാശിനെ ഇങ്ങനെ അടിച്ചടിച്ച് കയറ്റണോണ്ടാണ് അച്ഛനെ പോലെ വയസ്സായവർക്ക് മാസം മാസം പെൻഷൻ കിട്ടുന്നത്. 1600 കിട്ടുന്നില്ലേ? അപ്പു സാറിന് മാസം ശമ്പളം കിട്ടുന്നില്ലേ? അതെ, ഈ കള്ളു കുടിക്കാന്ന് പറഞ്ഞാൽ അത്ര മോശം പരിപാടിയൊന്നുമല്ല. കള്ളെന്ന് പറയുന്നത് പോഷകാഹാരാണ്. കാലത്ത് കുടിച്ചാൽ ലഹരിയില്ല. ഇതേ സർക്കാർ പറഞ്ഞതാ, അല്ലാണ്ട് വിജയം പറഞ്ഞതല്ല. ഒന്ന് നിർത്തലാണ്. കള്ളുടിയോ? കള്ളുടി തന്നെ ഭർത്താവ് നിർത്താൻ. നീ ചോദിച്ചതിന് സമാനം പറയണ. എന്ത്? ആദ്യം ഈ വീട്ടിൽ കല്യാണം കഴിച്ചത് കൊച്ചുങ്ങളുണ്ട് നിനക്കല്ലേ? അപ്പൊ നീയല്ലേ മൂത്തത്? അപ്പൊ ആദ്യം പറയണത് നീയല്ലേ? നാട്ടു നടപ്പനുസരിച്ച് ഈ വീട്ടിൽ ആദ്യം കല്യാണം കഴിച്ചതും കുട്ടികളുണ്ടായതും എനിക്കല്ല. പിന്നെ ആർക്കാ? ഇരിക്കണ അച്ഛനെ സംശയം ചോദിച്ചു നോക്ക്. അച്ഛന്റെ മകനല്ലേ ഞാൻ. അപ്പൊ അച്ഛൻ ഭാര്യനെയും കുട്ടികളെന്നെ വിളിച്ചിട്ട് ഇറങ്ങല്ലേ. പിന്നെ ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു വിട്ടുവീഴ്ച ചെയ്യാം. ഞാനും എൻ്റെ ഭാര്യയും കുട്ടികളും ഈ ഉള്ള സൗകര്യത്തിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളാം. ഈ 1000 വേണ്ട. എന്റെ പൊന്നു സാറേ, ഈ മാതിരിയുള്ള വെളിവുകളിന് സാർ മധ്യസ്ഥം പറയാതെ സാർ സാറിന്റെ പാട്ടിന് പോയിക്കോ. നിങ്ങൾക്ക് തലയ്ക്ക് പ്രാന്താണ്. ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് കയറി സംസാരിക്കണം. അതെ വല്ല വേട്ടാ, അവന്മാർ ബസ് ഇറക്കി സർവീസ് തുടങ്ങിയാൽ നാട്ടുകാർ മുഴുവനും ഓക്കേടെ കൂടെ പോകും. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു സീറ്റ് പോലും കിട്ടുന്നില്ല. അതിന് അവനെ കൊണ്ട് ബസ് ഇറക്കിക്കാതിരുന്നാ പോരെ? ഇറക്കാതിരുന്നാ കൊള്ളാം, പക്ഷെ അവർ 2 എണ്ണം ഇറക്കാൻ പോണത്. എടാ, നനഞ്ഞ കോണകം പോലെ കിടക്കുന്ന നമ്മുടെ റോഡിന് ആരുതരുടെ പെർമിറ്റും ഫിറ്റ്നസും ശരി അതുപോലും അറിഞ്ഞൂടാ ആ മരത്തലയിൽ. ഇനി അവൻ അത്ര യോഗ്യനാണെങ്കിൽ അവയെല്ലാം തരണം ചെയ്ത് ആ ബസ് എടുത്തിട്ട് വരട്ടെ, അപ്പൊ നോക്കാം നമുക്ക്. നല്ലൊരു അവിഹിതത്തിന് സ്കോപ്പ് ഉണ്ട് കേട്ടാ. എന്ത് സ്കോപ്പ്? ഇപ്പൊ ഏത് നേരം കൃഷി ഓഫീസിലെ അവന്റെ കൃഷി സംഗതി ഓക്കെ പറഞ്ഞ കേട്ടെ. അത് ഞാനും പറഞ്ഞു കേട്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പെണ്ണ് കേസും കൂടെ തള്ളി കൊടുക്കുക. അപ്പൊ ഭരണസമിതി കൊലക്കട മൂടാവും. പല ഭരണവും പെണ്ണിൽ ചെയ്യുന്ന ചരിത്രമുണ്ട്. അപ്പൊ പോസ്റ്റർ എഴുതാല നീലങ്കലക്കട്ടെ കലക്കാൻ വരട്ടെ. ആദ്യം അവൻ്റെ ആ ചീഞ്ഞ പ്രേമം ഏതുവരെ പോകും നോക്കാം, എന്നിട്ട് മതി.